പേര് ഷിനോജ്. ഞങ്ങൾ ചിറ്റാരിക്കാലിലാണ് താമസം. തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഇടവകക്കാരാണ്. ഇതെൻ്റെ ഭാര്യ നിഷ. ഞങ്ങൾക്ക് 8 മക്കളുണ്ട്. ഒന്നാമത്തെ ആൾ ഷിയോണ ട്രീസ, രണ്ടാമത്തെ ആൾ ഷിമറിൻ റോസ്, മൂന്നാമത്തെ ആൾ ഷോണിമ മറിയ, നാലാമത്തെ ആൾ ഷാലിൻ ആൻ, അഞ്ചാമത്തെ ആൾ ഷോൺ ജേക്കബ്, ആറാമത്തെ ആൾ ഷെയ്ൻ ഇമ്മാനുവൽ, ഏഴാമത്തെ ആൾ 3 മാസമായപ്പോൾ അബോഷനായിപ്പോൾ ഈശോയുടെ സ്വർഗത്തിലാണ്, എട്ടാമത്തെ ആൾ ഷൈലോ ഡാനിയൽ. മൂത്ത ആൾ ഷിയോണ ട്രീസയാണ്. അവൾ +1 പഠിക്കുന്നു. അവിടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം, ഞങ്ങൾ പറയുന്ന അമ്മയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ അമ്മ എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. മക്കളെ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങളില്ലാത്ത സമയത്തൊക്കെ മാനേജ് ചെയ്യുന്നത് മോളാണ്. അവൾ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് പടം വരയ്ക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ ആൾ എല്ലാം നമ്മൾ ഓർമ്മിപ്പിച്ച് തരുന്നത്. നമ്മളിപ്പോൾ കൂടുതലും മറന്നു പോകുന്ന കാര്യം അവളോട് പറയും, മോളെ നാളെ ഇന്ന കാര്യം അമ്മേനെ ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവൾ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും വന്ന് ഓർമ്മിപ്പിച്ച് തരും. അതുപോലെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. മൂന്നാമത്തെ ആൾ എല്ലാ കാര്യത്തിനും അടുക്കളയിൽ ഫുള്ള് ഞാൻ ഏത് പണിക്ക് പോയാലും എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ഒത്തിരി സ്നേഹമുള്ളതും അവൾക്ക് തോന്നിയിട്ടുണ്ട്. നന്നായിട്ട് ചിത്രം വരയ്ക്കും, നല്ല സ്പോർട്സുകാരിയാണ്. നാലാമത്തെ ആൾ ഓൾ ഇൻ ഓൾ ആണ്. അവൾ ഭയങ്കര ആക്റ്റീവാണ്. എല്ലാ മേഖലയിലും അവൾ പഠിക്കുന്ന കാര്യത്തിലായാലും സ്പോർട്സും ആർട്സും എല്ലാ മേഖലയിലും അവൾ ഭയങ്കര ആക്റ്റീവാണ്. അഞ്ചാമത്തെ ഞങ്ങളുടെ ഷോൺ ജേക്കബ്, ഞങ്ങൾ ഷോൺ ഊട്ടനെന്ന് വിളിക്കും. അവൻ നല്ല ആക്റ്റീവാണ്. അവൻ നല്ല പ്രസംഗം പറയാനൊക്കെ നല്ല മിടുക്കനാണ്. സൈക്കിളൊക്കെ എങ്ങനെ വേണമെങ്കിലും ഓടിക്കും, ഫുട്ബോൾ കളിക്കും. അതുപോലെ ഇപ്പോൾ ഓൾട്രാ ബോയ് ആണ്. പഠനത്തിൻ്റെ കാര്യത്തിൽ നല്ല മികവുള്ള കുട്ടി, നല്ല പ്ലസൻ്റാണ്. ഞങ്ങളെപ്പോൾ പുറത്തേക്ക് പോകണാലും ഉമ്മ എന്ന് പറയുന്നത് ഉമ്മ വന്നിട്ട് പോകും. നല്ല സ്നേഹമുള്ള കൊച്ച. ആറാമത്തവൻ ഇമ്മാനുവൽ. അവനെല്ലാം ടെക്നിക്കലായിട്ടുള്ള ചിന്തയുള്ളവനാണ്. അവന് 3 വയസ്സുള്ളപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു മോട്ടർ മേടിച്ചു തരണം, എനിക്ക് ആ മോട്ടർ ഉണ്ടാക്കാൻ പഠിക്കണം. അങ്ങനെ എന്ത് സാധനം അവൻ്റെ കൊടുത്താൽ അവനത് എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ LED ബൾബ് 4 എണ്ണം ഞാൻ മേടിച്ചിട്ട് അതിൻ്റെ 4 കവർ അവന് കൊടുത്തു. അവനൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ക്യാമറ ഉണ്ടാക്കി കാണിച്ച് എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരികയാണ്. അതിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, കണ്ടുപിടിക്കാനും പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും. അങ്ങനെ ഒരു എക്സിബിഷൻ രീതിയിലുള്ള കാര്യങ്ങളിലെല്ലാം ടെക്നിക്കലായിട്ട് നല്ല കഴിവുള്ള കുട്ടിയാണ്. ഇനിയിപ്പോൾ ഏറ്റവും ഇളയെ വെച്ച് ഞങ്ങളുടെ ഈ ഷൈലോ ഡാനിയലാണ്. അവന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അവന് അച്ചാച്ച എന്ന് പറഞ്ഞ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. സ്നേഹമാണ്. ഞാനെപ്പോഴും അവനെ എടുക്കണം. പള്ളിയിലൊക്കെ പോകുമ്പോഴാണ് അവൻ്റെ തോളെ കിടന്ന് ഉറങ്ങിക്കൂടും. അവനൊരു കുഴപ്പമില്ല. അമ്മ എടുത്ത് വേണം, അങ്ങനെ നിർബന്ധം വായിച്ചു കൊടുത്തക്കാരനൊന്നുമല്ല. നല്ല പ്ലസൻ്റായിട്ടുള്ള കുട്ടിയാണ് ഇളയ വെച്ച്. അപ്പം എൻ്റെ വീട്ടിൽ 10 മക്കളുണ്ട്. ഞാൻ 10ാമത്തെ ആളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ലാളനകളൊക്കെ ആയിട്ടാണ് വളർന്നു വരുന്നത്. എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർ കൂട്ടായ്മയെല്ലാം. അതെനിക്കൊരു ചിന്തയായിരുന്നു, ഇനിയും കൂടുതൽ മക്കൾ വേണമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതിനിടയിൽ GC യൂത്തിൽ ഞാൻ 96 മുതൽ GC യൂത്തിൽ അംഗമായിട്ടുണ്ട്. 1989 മുതൽ ഞാനൊരു കരിസ്മാറ്റിക് തിങ്കിങ്ങിലാണുള്ളത്. ആദ്യത്തെ ഒരു ധ്യാനം കൂടി, ബ്രദറിൻ്റെ ഒരു ധ്യാനം വെള്ളരിക്കുണ്ടിൽ വെച്ച് കൂടി. അന്ന് മുതൽ ഒരു കരിസ്മാറ്റിക് ചിന്തയിലുണ്ട്. 96 GC യൂത്തിൽ അംഗമായി. അപ്പം അങ്ങനെ അതിലിങ്ങനെ പ്രവർത്തിക്കുമ്പം അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം, കൂടുതൽ മക്കൾ ഉണ്ടാകണം എന്നുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ 2010 GC യൂത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സമ്മേളനം നടന്നു എറണാകുളത്ത് വെച്ച്. അപ്പോൾ അവിടെ പോയപ്പോൾ 8 മക്കളുള്ളവരും 9 മക്കളുള്ളവരൊക്കെ സ്റ്റേജിൽ വന്ന് അവരുടെ അനുഭവമൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ആ കുട്ടികളൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതും നല്ല അച്ചടക്കത്തോടെ ഇരിക്കുന്നതും ആ പേരൻസൊക്കെ വളരെ നല്ല രീതിയിൽ അവരെ മാനേജ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ഇങ്ങനെ കൂടുതൽ മക്കൾ വേണം എന്നൊക്കെ. അതാണ് അതിൻ്റെ ഒരു പ്രചോദനം ജീസസ് യൂത്തിൻ്റെ. എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എങ്കിലും വിവാഹത്തിന് ശേഷം 1-2 കുട്ടികൾ മതി എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാവരും വരുമ്പോൾ ഉള്ളൊരു സന്തോഷം, അവർ തമ്മിലുള്ള സ്നേഹം, ഐക്യം, അതിലെല്ലാം ഉപരി ഭർത്താവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. അതുകൊണ്ടാണ് കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത്. കല്യാണം കഴിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പെർമനൻറ്റ് ജോലിയില്ല. ആദ്യത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് ഗസ്റ്റ് ലെക്ചറായിട്ട് സാധാരണക്കാലം കൂടുതൽ പൈസ കിട്ടാൻ തുടങ്ങി, വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് ഞങ്ങളൊരു കാറ് ബുക്ക് ചെയ്തു. ഭാര്യയ്ക്ക് PSC പരീക്ഷ എഴുതാനുള്ള അപേക്ഷ ആ സമയത്താണ് വന്നത്. അപേക്ഷ ക്ഷണിച്ചു. പിന്നെ മൂന്നാമത്തെ കൊച്ചുണ്ടായ സമയത്ത് ഭാര്യയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ ഞങ്ങൾ തുടങ്ങി.
പരീക്ഷ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു പെർമനൻറ്റ് ജോബ് കണ്ണൂർ ജില്ലയിൽ കിട്ടി. 4ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് ഇൻ്റർവ്യൂ നടന്നു ഭാര്യയുടെ. 5ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് ഭാര്യയ്ക്ക് ജോലി കിട്ടി. 6ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് ഭാര്യയ്ക്ക് സീനിയറായി പ്രൊമോഷൻ കിട്ടി. അപ്പം 6ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് ഞങ്ങൾക്ക് വീട് കിട്ടി. ഇനിയിപ്പം 7ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് അത് പിന്നെ അങ്ങനെ വിഷമമൊക്കെ വന്ന് അബോർഷനായി പോയെങ്കിലും 8ാമത്തെ കൊച്ചുള്ള സമയത്ത് ഞങ്ങൾക്കിപ്പം ഈ 7 പേര്, ഞങ്ങൾ 9 പേര് ഈ ചെറിയ വണ്ടിയിലാണ് കയറുന്നത്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പലയിടത്തും ഞങ്ങൾക്കൊരു മെസ്സേജ് കിട്ടുന്നത് നിങ്ങൾക്കൊരു 7 സീറ്റർ വണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുടനെ കിട്ടുമെന്നൊക്കെയാണ്. ഒത്തിരി സമ്പാദിച്ചവന് ഒന്നും അധികം ഉണ്ടായില്ല, ഒന്നുമില്ലാത്തവന് ഒന്നിൻ്റെയും കുറവും ഉണ്ടായില്ല എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞതുപോലെയാണ്, ഞങ്ങൾക്ക് അധികമായിട്ട് ഒന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ദൈവം നടത്തി തരുന്നുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് തീരുമാനം എടുക്കാറുള്ളത്. ഞങ്ങൾ മക്കളെല്ലാവരും കൂടി ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം വചനമെടുക്കും. ആ വചനത്തിൽ പറയുന്നത് പോലെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കും. ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും, കാരണം മനുഷ്യന് നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല, ദൈവം ഭയങ്കരമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് തരുന്നുണ്ട്. അസുഖം വരുമ്പോഴായാലും സ്കൂളിൽ പോകുന്ന സമയത്തായാലും ഒക്കെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സമയത്ത് ഭയങ്കര ഒരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ഒരു ആത്മീയ ഗുരു, ഒരു അച്ഛനെ റൊസേറിയൻ ആശ്രമത്തിൽ പോയി കണ്ടു. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഈശോ 33 വർഷമാണല്ലോ ഭൂമിയിൽ ജീവിച്ചത്. അപ്പോൾ ഞാനൊരു വചനം പറയാം. അത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 26-ാം വാക്യം. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഈ വചനം നിങ്ങൾ വീട്ടിൽ 33 ദിവസം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. ഞങ്ങൾ 3 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്ത് മാഷെന്നെ വിളിച്ചു. ഷിനോജെ, ആ അക്കൗണ്ട് നമ്പർ ഇങ്ങ് തന്നേ. ഞാൻ ചോദിച്ചു എന്തിനാ? എനിക്കൊരു 50,000 രൂപ കിട്ടിയിട്ടുണ്ട്, അത് ഷിനോജിന് കൊടുക്കണം എന്നാണ് എൻ്റെ മനസ്സിൽ നിന്ന് പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ട് അക്കൗണ്ട് നമ്പർ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് അദ്ദേഹം പൈസ അയച്ചു തന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കരുതൽ ഞങ്ങൾക്കുണ്ടായി. സോഷ്യൽ മീഡിയ ഞങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടും. അമിതമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അതുപോലെ തന്നെ മക്കളും അങ്ങനെ അമിതമായിട്ട് ആവശ്യപ്പെടാറില്ല. അവർ ഇടയ്ക്ക് വാങ്ങും എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ മോളാണെങ്കിൽ, മൂത്ത മോളാണെങ്കിൽ സിവിൽ സർവീസിൻ്റെ ഒരു കോച്ചിങ് പങ്കെടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. ആ സമയത്ത് വാങ്ങാറുണ്ട്. ബാക്കിയുള്ള മക്കൾ അവർ വാങ്ങിയാൽ തന്നെ എല്ലാവരും ഫോണെല്ലാം ഒന്നിച്ചിരുന്നാണ് നോക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ആരും അങ്ങനെ നോക്കുന്നത് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് TV ഉണ്ടെങ്കിലും അത് ഞങ്ങൾ വല്ലപ്പോഴേ വയ്ക്കുകയുള്ളൂ. അത് കൂടുതൽ ഞങ്ങളെ കുട്ടികളോട് വായനയാണ് ശീലിപ്പിക്കുന്നത്. ഒരു മലയാളം ന്യൂസ് പേപ്പറുണ്ട്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുണ്ട്. കുട്ടികളെ വായനയിലേക്കാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം, പിന്നെ ബൈബിള് വായിക്കണം. അങ്ങനെ വായനയിലേക്കാണ് ഞങ്ങൾ അവരോട് കൂടുതൽ ശ്രദ്ധ വെക്കാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയിലേക്കല്ല. ചില സമയത്ത് അവർക്ക് ഗെയിമും അതുപോലെ തന്നെ ചില നല്ല സിനിമകളൊക്കെ വെച്ച് കൊടുക്കും. അതിലവർ സംതൃപ്തരാണ് താനും. ബാക്കി പിന്നെ ഔട്ട്ഡോർ ഗെയിംസാണ്. അവർക്ക് സൈക്കിളുണ്ട്, ബാസ്ക്കറ്റ് ബോളുണ്ട്, വോളിബോളുണ്ട്, ഫുട്ബോളുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് അവരങ്ങനെ ഡൈവേർട്ട് ചെയ്യും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവർ ഫ്രഷ് ആയതിനു ശേഷം അവർ കളിക്കണം 1 മണിക്കൂറൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അലക്കാൻ വേണ്ടി സഹായിക്കും, അടുക്കളയെ സഹായിക്കും. പിന്നെ അവർക്കെല്ലാവർക്കും ഡ്യൂട്ടീസ് ഉണ്ട്, ടേബിൾ ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ ഓരോ ഡ്യൂട്ടീസ് അങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കും. 2 റൂം വൃത്തിയാക്കാനുള്ള ഡ്യൂട്ടി. അങ്ങനെ അവർ ആ രീതിയിൽ അങ്ങനെ ടൈം അങ്ങനെ അങ്ങ് പോകും. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്ന സമയത്ത് മക്കളെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. എങ്കിലും ആ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിലും നമുക്ക് ആ കൃത്യസമയത്ത് തന്നെ ദൈവം അതിനുള്ള ആൾക്കാരെല്ലാം അറേഞ്ച് ചെയ്ത് തരാറുണ്ട്. പിന്നെ അവർക്ക് അസുഖം വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വരും. പനിയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വരാറുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. എന്നാൽ ആ ബുദ്ധിമുട്ടുകളെ കഴിഞ്ഞും അധികമായിട്ട് മക്കൾ
ഉണ്ടാകുന്നതുകൊണ്ട് ഒരുപാട് നന്മകളുണ്ട്. അവർ തമ്മിൽ പരസ്പരം നല്ല സ്നേഹം ഉണ്ടാവും, നല്ല സഹകരണമുണ്ട്, പരസ്പരം ഭയങ്കര പങ്കുവെക്കലാണ്. ഇപ്പോൾ 7 പേരുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ സ്വീറ്റ്സ് അത് കൊണ്ട് കൊടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മൂത്തയാൾ ബാക്കിയുള്ളവരെ നോക്കും, നല്ല കെയറിങ് ഉണ്ട്. ചെറിയ കൊച്ചിനെ ആണെങ്കിൽ തന്നെ ഞാൻ ഉണ്ടായിട്ട് എനിക്കധികം നോക്കേണ്ടി വന്നിട്ടില്ല. അവർ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നതും കുളിപ്പിക്കാനും അതുപോലെ തന്നെ ഉറക്കാനും ഒക്കെ അവർ നല്ല എക്സ്പേർട്ടായിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ഈ മക്കളുടെ മുഖമെല്ലാം കാണുമ്പോൾ ഞങ്ങൾ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞാൻ വഴി നിൽക്കുമ്പോഴേ തന്നെ എല്ലാവരും പുറത്തുണ്ടാവും. അവരുടെ വിശേഷമെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഭക്ഷണമേശയിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഈ 128 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയാണ്, അത് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹമാണ് ദൈവഭക്തന് എന്നൊക്കെയുള്ള വചനങ്ങളൊക്കെ ഞാൻ ഓർക്കും. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പം നഗര കവാടത്തിൽ ചെല്ലുമ്പം പേടിക്കേണ്ടി വരുന്നില്ല, അസ്വസ്ഥനാകേണ്ടി വരുന്നില്ല, അവനായാലും അമ്പ് പോലെയാണ്. അങ്ങനെ മക്കൾ വലിയൊരു ബലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ നാട്ടിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഈ നാട്ടുകാർക്ക് സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ പറയും മാഷിൻ്റെ മക്കളാണ് ഇത്ര നല്ല അറേഞ്ച്ഡായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടൊക്കെയാണ് അവർ റോഡിലൂടെ പോകുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. അവർ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല പ്രാസംഗികരാണ്, നന്നായിട്ട് പദ്യം റെസിറ്റേഷനൊക്കെ അവർ ഉണ്ട്, ഓട്ടത്തിനും ചാട്ടത്തിനും ഒക്കെ ഉണ്ട്. പിന്നെ ചില സ്ട്രഗിളിന് ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾക്ക് 6ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് ആ കുട്ടീനെ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 1-2 ഡോക്ടേഴ്സിനെ കണ്ടു പറഞ്ഞു ഇല്ല കിട്ടിയില്ല, ഈ കുട്ടി അബോട്ടായിട്ട് പോകുള്ളൂ, നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയിൽ 1 മണിക്കൂർ ഞാൻ ഈ മക്കളെല്ലാം ഉറങ്ങി കഴിഞ്ഞ് ഇങ്ങനെ തമ്പുരാനോട് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഈ ദൈവദൂതന്മാരിങ്ങനെ ഈ മുകളിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട്, അതായത് ഈ സകല വിശുദ്ധരുടെ ലുത്തിനിയ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നു. ദൈവദൂതന്മാരുടെ സംരക്ഷണം, സ്വർഗം ഇങ്ങനെ കൂടെ നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആദ്യം ഞങ്ങൾ സ്കാൻ ചെയ്തു. പിന്നെ അവർ പറഞ്ഞ് 12 ദിവസത്തിന് ശേഷം സ്കാനും ചെയ്യണം. അതൊരു മുസ്ലിം ഡോക്ടറായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ നമുക്കൊരു 12 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കാം. ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയി. പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ ഈ സ്വർഗീയമായ ഒരു ശക്തി നമുക്ക് കിട്ടുന്ന പോലെ ദൈവദൂതന്മാർ ഈ സ്വർഗം ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു അനുഭവം അങ്ങനെയൊക്കെ തോന്നി, ശക്തിപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ മുസ്ലിം ഡോക്ടറെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആർ യു ക്രിസ്ത്യൻസ്? ഞങ്ങൾ പറഞ്ഞു വി ആർ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡോക്ടറുടെ മുഖം തെളിഞ്ഞു. യാതൊരു കുഴപ്പമില്ലാണ്ട് ദൈവം ഞങ്ങളെ നയിച്ച അനുഭവം ഞങ്ങൾക്കുണ്ടായി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞു വരുന്ന സമയത്തൊക്കെ ബാക്കിയുള്ള കാണുന്ന ആൾക്കാരുടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവർ പറയാറുണ്ട്, എന്ത് രസമാണ് നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ മക്കളും അച്ഛനും അമ്മയായിട്ട് വരുന്നത് കാണാൻ നല്ല രസമുണ്ട്, നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ തോന്നാറുണ്ട്. ഈ രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ മക്കളെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അവർ പറയും ഇത് ഏറ്റവും വലിയൊരു സുവിശേഷ പ്രഘോഷണമാണ്, ഇങ്ങനെ മക്കളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് വരുന്നത് എന്നൊക്കെ പറയാറുണ്ട്. അവൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാൻ പറ്റും, നല്ല മിടുക്കിയാണ്, ആക്റ്റീവാണ്. എന്നേക്കാളും അവൾ സ്മാർട്ടറാണ്. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. ആൾ ഭയങ്കര പ്രയർഫുള്ളാണ്, പിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും, എല്ലാം അവൾ നന്നായിട്ട് ചെയ്യും. ഞങ്ങൾ നല്ലൊരു മനപ്പൊരുത്തമുണ്ട്. പിന്നെ അസുഖമൊക്കെ വരുമ്പോൾ മക്കളെയൊക്കെ എന്നെ കഴിഞ്ഞും കൂടുതൽ കെയർ ചെയ്യുന്നത്, മെഡിസിൻ എടുത്ത് കൊടുക്കുന്നതൊക്കെ പുള്ളിയാണ്. എന്ത് ത്യാഗം എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ അവൾ മിടുക്കിയാണ്. വണ്ടിയെല്ലാം ഓടിക്കും, എല്ലാ കാര്യത്തിനും അവൾ കഴിവുള്ളവളാണ്. ഞാൻ എല്ലാ കാര്യം അവളോട് ആലോചിക്കാറുണ്ട്. അപ്പോൾ അവളിൽ നിന്ന് ഇടുന്ന ടിപ്സൊക്കെ പലപ്പോഴും വളരെ കറക്റ്റാണ്. പിന്നെ ഞാനെന്ത് പറഞ്ഞാലും ഒരുവിധ സാധനങ്ങളെല്ലാം എനിക്ക് വാങ്ങിത്തരാറുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, കാരണം ഞാൻ 3ാമത്തെ വീട് തന്നെ ആയതുകൊണ്ട് എൻ്റെ മനസ്സിൽ ചിന്തയുണ്ട് ഈ പെണ്ണിയായിരിക്കും ഞാൻ കെട്ടുക. അപ്പോൾ വീട് ഇവരുടെ താഴെയാണ്, ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. വരുന്ന സമയത്ത് ജനലിൽ കൂടെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ആൾ നല്ലതാണോ എന്നൊക്കെ നോക്കി. ആദ്യം കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ആ ഭാര്യയുടെ കണ്ണുകളിൽ പ്രകാശം കണ്ടപ്പം എനിക്കുള്ള പെണ്ണാണെന്നൊക്കെ എനിക്ക് തോന്നി.
ഫാൻസി ഷർട്ടും ഒരു ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് ഇൻസൈഡൊക്കെ ചെയ്താണ് വന്നത്. ഡ്രസ് കോഡ് ഒരു മഞ്ഞ ചുരിദാറായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. പിണക്കങ്ങളും ഒക്കെ വരുമ്പോൾ ആദ്യം ഭർത്താവ് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് സമയം മുഖമൊക്കെ വീർപ്പിച്ച് നടക്കും. പക്ഷെ ഓരോ തമാശയെല്ലാം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പിന്നെ എനിക്ക് പിണക്കം മാറും. അത് ഞാനിങ്ങനെ വചനം ഓർക്കും, സൂര്യൻ അസ്തമിക്കുന്നവരെ നിങ്ങളുടെ ദേഷ്യം നീണ്ടു പോകാതിരിക്കട്ടെ. അപ്പോൾ ഇപ്പം ഞാൻ ചിലപ്പോൾ അടുക്കളയിലോട്ടൊക്കെ അങ്ങ് ചെല്ലും. അപ്പോൾ അവളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാനൊരു ഒരു ട്രിക്കൊക്കെ ആയിട്ടായിരിക്കും ചെല്ലുന്നത്. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനൊക്കെ ശ്രമിക്കും. അതിലുപരി അവളുടെ അടുത്തിരിക്കും, ചേർന്ന് നിൽക്കും, മുട്ടി നിൽക്കും. അപ്പോഴത്തേക്ക് അവളങ്ങ് അവളുടെ വിഷമമൊക്കെ മാറി അങ്ങ് അലിഞ്ഞില്ലാണ്ടാവും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അന്നേരത്തേക്ക് ആ കാര്യങ്ങളൊക്കെ അങ്ങ് മാറുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് അധിക സമയം ഈശോയുടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കുറച്ച് സമയം ഞാൻ ഈശോയുടെ മുന്നിൽ നോക്കി ഒന്ന് നെറ്റിയിൽ കുരിശ് വരച്ച് അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശക്തി തരണേന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ വചനം ഡെയിലി കേൾക്കാറുണ്ട് 1/2 മണിക്കൂർ. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഈശോയോട് പറയാറുണ്ട്, ഇങ്ങനെ ഇന്ന കാര്യം എനിക്ക് ബുദ്ധിമുട്ടാണ്, ഈശോയെ ചെയ്തു തരണേ, നിനക്കെല്ലാം അറിയാലോ, എനിക്കൊരു ആരോഗ്യം തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. ഞാൻ എല്ലാ ദിവസവും മിനിമം 1 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഒരു സന്തോഷമാണ്. ദശാംശം കൂടുതൽ കൊടുക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് അസുഖമൊന്നും ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. അതുപോലെ ഞങ്ങളുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണമായിട്ടും അതുപോലെ വസ്ത്രമായിട്ടും അതുപോലെ തന്നെ പൈസയായിട്ടൊക്കെ സഹായിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടം കുറേ ആൾക്കാരുള്ളത് തന്നെയാണ്. കാരണം അത് പല കാര്യത്തിലും നമുക്ക് ഹെൽപ്പാണ്. പിന്നെ അസുഖം വരുമ്പോഴായാലും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിഷമം വരുമ്പോഴായാലും ഒക്കെ നമ്മളെ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സപ്പോർട്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് കൂട്ടുകുടുംബമായിരുന്നു. എൻ്റെ അമ്മ കഴിഞ്ഞ 3 വർഷം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയിൽ നിന്നാണ് മക്കളെ എങ്ങനെ നോക്കണം, മക്കളെ എങ്ങനെ കരയാതിരിക്കാൻ പറ്റും. അമ്മയ്ക്ക് എത്ര മക്കളെ ഉള്ളു നോക്കും, ഒരു ടെൻഷനില്ല, ഒരു ദേഷ്യമില്ല. വളരെ കൂളായിട്ട് അമ്മ മാനേജ് ചെയ്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അതിൽ നിന്നാണ് പഠിച്ചത് എങ്ങനെയാണ് മക്കളെ മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ. ഹോളി ലാൻഡിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, എല്ലാവരും കൂടി ഒന്നിച്ച്. പിന്നെ അതുപോലെ തന്നെ മൂന്നാർ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് യാത്ര എന്ന് പറഞ്ഞാൽ പലപ്പോഴെങ്കിലൊക്കെ കൂടുതൽ ഞങ്ങൾ ധ്യാന സെൻ്ററുകളിലേക്കും അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്, ഡിവൈനിൽ. അപ്പോൾ അത് പിള്ളേർക്ക് അതെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അതിൻ്റെ ഇംഗ്ലീഷ് സെക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഈ അട്ടപ്പാടി ഞങ്ങൾ ധ്യാനത്തിന് പോയി. അങ്ങനെയുള്ള യാത്രകളാണ് കൂടുതൽ ഞങ്ങളുടെ മനസ്സിലുള്ളത്. അല്ലാത്ത ട്രിപ്പുകൾ എനിക്ക് എൻ്റെ മക്കളെ ഷില്ലോങ് സൈഡിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ ഷില്ലോങ്ങിൽ വചനപ്രഭാഷണം നടത്തിയിരുന്നു ഒരു 10 ദിവസം. അപ്പോൾ അതൊരു സെപ്റ്റംബർ മാസത്തിൽ ഒരു വിൻ്റർ നൈറ്റൊക്കെ മക്കളെ കാണിച്ചാൽ കൊള്ളാം എന്നുള്ള ചിന്ത എനിക്കുണ്ട്. എത്രയും പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ പ്രായപൂർത്തിയായതിനു ശേഷം തന്നെ വിവാഹം കഴിക്കണം. അതൊരിക്കലും വൈകിപ്പിക്കരുത്. അതുപോലെ തന്നെ കുട്ടികളുണ്ടാകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് 5ാമത്തെ മോനായി കഴിഞ്ഞാണ് ഞാൻ PSC എഴുതി ജോലിയിൽ കയറുന്നത്. ബാക്കിയെല്ലാം ദൈവം തന്നോളും. എനിക്ക് യാതൊരു പെർമനൻറ്റ് ജോലി ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചു, അതിന് ശേഷമാണ് എനിക്കിതെല്ലാം കൂട്ടിച്ചേർക്കപ്പെട്ടത്.
രാവിലെ 5 മണിയാകുമ്പോൾ ഞാൻ എണീക്കാറുണ്ട്, അല്ലെങ്കിൽ 4:30. ഇത് ഓരോ സമയത്ത് ഇതുപോലെ ഇരിക്കും. അങ്ങനെ എണീക്കും. കുറച്ച് സമയം ഞാൻ പ്രാർത്ഥിക്കും. സമയമുള്ളപ്പോൾ വചനം 1/2 മണിക്കൂർ തന്നെ ഇരുന്ന് വായിക്കും. അതിനുശേഷം അടുക്കളയിലെ ജോലികൾ ചെയ്യും. മക്കൾ രാവിലെയാണ് ക്ലാസ്സുകളുള്ള ദിവസം മക്കൾ രാവിലെ പള്ളിയിൽ പോകും. അപ്പോൾ അവരെ 6 മണിയാകുമ്പോൾ വിളിച്ച് എണീപ്പിച്ച് ഞാൻ തന്നെ പള്ളിയിൽ അവരെ കൊണ്ടേയാക്കും. അതിനുശേഷം ഞങ്ങൾ ഇവർ വന്നതിന് ശേഷം എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്യും. ജോലികൾ അവരുടെ ഡിവൈഡ് ചെയ്ത് റെഡിയായി അതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ മോനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ജോയി ചേട്ടൻ എന്ന് പറഞ്ഞ ഇവിടെ അടുത്തുള്ള ജീസസ് യൂത്തിലെ ചേട്ടനാണ്. ആ ചേട്ടൻ്റെ ചേച്ചി ജിജി ചേച്ചിയാണ് ചെറിയ മോനെ നോക്കുന്നത്. വൈകുന്നേരം കുട്ടികളുടെ വണ്ടി ഇവിടെ 3:30 ആകുമ്പോൾ എത്തും. അവർ ഇവിടെ വന്നതിന് ശേഷം അവരുടെ താക്കോൽ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ മൂത്ത കുട്ടിക്ക് ക്ലാസ് ആണെങ്കിൽ ലേറ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ 2 താക്കോലുകൾ അവരുടെ കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ വന്ന് മാനേജ് ചെയ്യും. അവർ തന്നെ കുളിച്ച് ഫ്രഷാവും. പിന്നെ ഭക്ഷണം ഉണ്ടാവും, അതെല്ലാം കഴിക്കും. പിന്നെ അവർ വൈകുന്നേരം കളിക്കും. അങ്ങനെ അവർ വൈകുന്നേരം അടിച്ചു വാരും, പിന്നെ കുളിക്കും, പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കും. അങ്ങനെ അവരവരുടെ കാര്യത്തിൽ ഓക്കെയാണ്. ചില വൈകുന്നേരങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകുന്നെങ്കിൽ എല്ലാവരും വൈകുന്നേരം പള്ളിയിൽ പോകും. അതിനുശേഷം വന്ന് ഞങ്ങൾ കുരിശ് വരയ്ക്കും. കുരിശ് വരച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കും. പിന്നെ അവർ പഠിക്കും. പിന്നെ അവർ ന്യൂസ് പേപ്പർ വായിക്കും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഞങ്ങളിവിടെ വൈകുന്നേരം കുരിശ് വരയ്ക്കും. ഭക്ഷണത്തിന് മുമ്പാണ് എല്ലാവരും കുരിശ് വരയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകം ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട്. ചിലപ്പോൾ ഞങ്ങളിങ്ങനെ പ്രൊട്ടക്ഷൻ പ്രയറുകളൊക്കെ ചെല്ലും. അതിനുശേഷം ഇങ്ങനെ ഹന്നാൻ വെള്ളം തെളിക്കും. അത് ചിലപ്പോൾ ഇളയ കുട്ടിയായിരിക്കും, അവരൊരു താല്പര്യം എടുക്കും. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. പിന്നെ ഏതെങ്കിലും മക്കൾക്ക് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തലയെ കൈവച്ചൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരുന്നില്ല. പനിയൊക്കെ അന്നേരം താനെ വിട്ടുപോകും. പിന്നെ കുരിശുവരയ്ക്ക് ശേഷം എല്ലാ മക്കളുടെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. മക്കൾ ഞങ്ങളുടെ തലയിലും കൈവച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ വേദപാഠത്തിൻ്റെ സമയത്തൊക്കെ ഞങ്ങളവരെ സഹായിക്കും. അവർ നല്ല മാർക്ക് മേടിക്കണമെന്ന് പറയും. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് അവരെ ബൈബിളൊക്കെ പഠിപ്പിക്കും. ഞങ്ങൾ എല്ലാ വർഷവും മിനിമം ഒരു ധ്യാനത്തിനെങ്കിലും ഞങ്ങൾ ഫാമിലിയായിട്ട് പോകാറുണ്ട്. ഇനി അത് ഒന്നിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ മക്കളെ വിടും. ഞങ്ങളും സെപ്പറേറ്റ് ആയിട്ട് പോകാറുണ്ട്. അപ്പം മക്കൾ ജീസസ് യൂത്തിൻ്റെ റിജോയ്സ് പ്രോഗ്രാം, ഹാർവെസ്റ്റ് പ്രോഗ്രാം, അതെല്ലാം അവർ ആക്റ്റീവാണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ കുടുംബം അടിച്ച് അങ്ങോട്ട് പോകും. വണ്ടിയെടുത്ത് കുടുംബം അടിച്ച് അങ്ങോട്ട് പോകും. ഭാര്യകളെ അടുക്കളയെ സഹായിക്കും. ഞാനാണെങ്കിൽ കൗൺസിലിങ്ങിന് സഹായിക്കും. മക്കളാണെങ്കിൽ ചില വോളണ്ടിയറാണ്. അങ്ങനെ ഞങ്ങൾ 7 മക്കളും ഞങ്ങൾ 9 പേര് ആക്റ്റീവാണ് 3-4 ദിവസം. ഒറ്റവാക്കി പറഞ്ഞ ഓരോ കുഞ്ഞും ഓരോ ഭാരമല്ല, ഓരോ അനുഗ്രഹമാണ്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയാണ്. പക്ഷെ അത് പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ ഭാവിയിൽ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു മണ്ടത്തരമായിട്ട് തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് ഒരുപാട് ഒത്തിരി മക്കൾ വേണമെന്നാണ്. അത് നമ്മുടെ വീട്ടിൽ ഒത്തിരി സന്തോഷം കൊണ്ട് തരും. കാരണം പലപ്പോഴും നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ നേരമില്ല. അന്നേരത്തിന് മക്കൾ നമ്മുടെ ചുറ്റിലും വന്ന് നമ്മളെ അമ്മയ്ക്ക് എന്ത് പറ്റിയ, എന്നാ അമ്മ പ്രശ്നം, എന്നാ വിഷമം, അവരുടെ ചിരി, കളി, വർത്തമാനം എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാനോ വിഷമിക്കാനോ ഒന്നും നേരമില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് പ്രകാരം ഈ ഹൈസ്കൂളിലെ കുട്ടികളിൽ ഏതാണ്ട് 65% കുട്ടികൾക്ക് ഡിപ്രഷനാണ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്ത, കഴിഞ്ഞ വർഷം വന്ന വാർത്ത. അപ്പോൾ അവർ വീട്ടിൽ അവർക്ക് ആരുമില്ല, അവരിങ്ങനെ മൂകരായിട്ടിരിക്കുന്നു, അവർ അസ്വസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും സോഷ്യൽ മീഡിയയിലേക്കൊക്കെ വഴുതി വീഴുന്നു. അവരെന്ന് ഡയറക്റ്റ് ചെയ്യാൻ ആളില്ല. അപ്പോൾ കൂടുതൽ അംഗങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവർ പരസ്പരം കണക്റ്റഡ് ആവുന്നു. അവർ ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, അവരുടെ വിഷമങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഇനി വന്നില്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നു. അവർ പലർക്കും ഫേസ്ബുക്ക് ഡിപ്രഷൻ, വാട്സപ്പ് ഡിപ്രഷൻ, അങ്ങനെയുള്ള പല ഡിപ്രഷനുകളാണ് കാണുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ IAD,
ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ, IUD, ഇൻ്റർനെറ്റ് യൂസർ ഡിസോർഡർ, അതിനെല്ലാം അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ സ്കൂളിൽ കാണുന്നുണ്ട്. അപ്പം അതിനെല്ലാം ഒരു പരിഹാരം വലിയ കുടുംബങ്ങൾ എന്നുള്ളതാണ്.